നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ശരീരത്തിന്റെ സിംഹാസനത്തിൽ രാജാവിനെ പോലെ അമർന്നിരിക്കുന്ന ഒരു അവയവമുണ്ട്. അതാണ് ഹൃദയം. ദിവസത്തിൽ ഏകദേശം 1,00,000 തവണ മിടിക്കുന്ന ഹൃദയം നിങ്ങൾ ജോലികൾ ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം സദാ അതിന്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനും അതിന്റെ ഫലമായി നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കാനും സാധിക്കുന്നത്. ഹൃദയം എപ്പോൾ അതിന്റെ ജോലി നിർത്തുന്നുവോ ആ നിമിഷം നിങ്ങൾ മരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹൃദയത്തിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീഡിയോയിൽ നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഈ യാത്രയിൽ ഹൃദയം പ്രവർത്തിക്കുന്നത് എങ്ങനെ, രക്തം എങ്ങനെ പമ്പ് ചെയ്യപ്പെടുന്നു, ശുദ്ധരക്തവും അശുദ്ധരക്തവും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് എങ്ങനെ, ഹൃദയത്തിനകത്തെ അറകൾക്കുള്ളിൽ എന്താണ് നടക്കുന്നത്, വാൽവുകൾ എന്നാൽ എന്ത്, അവയുടെ പ്രവർത്തനം എന്താണ്, മറ്റ് അവയവങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ഹൃദയത്തിനെ നിയന്ത്രിക്കുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതുവരെ കാണാത്ത രീതിയിൽ മികച്ച വീഡിയോകളുടെ സഹായത്തോടെ ആഴത്തിൽ തന്നെ മനസ്സിലാക്കാം. ഈ യാത്ര നിങ്ങളെ ശരിക്കും അറിവിന്റെയും അത്ഭുതത്തിന്റെയും ലോകത്തെത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓർക്കുക, ഹൃദയം കേവലം ഒരു അവയവം മാത്രമല്ല, അത് നമ്മുടെ ജീവന്റെ തന്നെ സംഗീതമാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ആളുകളിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ വിജ്ഞാനപ്രദമായി തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ഈ അധ്വാനത്തിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുകയും ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. ഇനി നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്കുള്ള യാത്ര തുടങ്ങാം. രക്തചംക്രമണം അഥവാ ബ്ലഡ് സർക്കുലേഷൻ എന്നത് മനുഷ്യ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും രക്തം നിരന്തരം വന്നുകൊണ്ടേയിരിക്കണം. എന്തെന്നാൽ മനുഷ്യ ശരീരത്തിലെ ഓരോ കോശങ്ങളും നിലനിൽക്കുന്നതിന് ആവശ്യമായ ഓക്സിജനും മറ്റ് പോഷകങ്ങളും എത്തിച്ചു നൽകപ്പെടുന്നത് രക്തത്തിലൂടെയാണ്. ഇങ്ങനെ രക്തം ശരീരകോശങ്ങളിലേക്ക് എത്തിച്ചേരാതിരുന്നാൽ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ താറുമാറാകുകയും നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കാതെയും വരുന്നു. ഇങ്ങനെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും രക്തം സപ്ലൈ ചെയ്യുന്ന ജോലിയാണ് ഹൃദയം നിർവഹിക്കുന്നത്. ഹൃദയം നിരന്തരം പമ്പ് ചെയ്യുന്നതിലൂടെയാണ് രക്തം ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും എത്തിച്ചേരപ്പെടുന്നത്. ഈ പ്രക്രിയയെ മൊത്തത്തിൽ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഹൃദയം, ആർട്ടറീസ് അഥവാ ധമനികൾ, വെയിൻസ് അഥവാ സിരകൾ. ആർട്ടറീസ് എന്നാൽ ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തത്തെ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളും, വെയിൻസ് എന്നാൽ അവയവങ്ങളിൽ നിന്നുമുള്ള അശുദ്ധരക്തത്തെ തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളുമാണ്. ഈ 3ഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഓരോ വ്യക്തികളുടെയും മുഷ്ടി ചുരുട്ടുമ്പോൾ ഉള്ള വലിപ്പമായിരിക്കും അതാത് വ്യക്തികളുടെ ഹൃദയത്തിന്റെ ഏകദേശ വലിപ്പം. ഹൃദയം പേശികളാൽ നിർമ്മിക്കപ്പെട്ട ഒരു അവയവമാണ്. അതിനാൽ ഹൃദയത്തിനെ മസ്കുലാർ ഓർഗാൻ എന്ന് വിളിക്കുന്നു. നെഞ്ചിൻ കൂടിനകത്ത്, അതായത് തൊറാസിക് കേവിറ്റിയിൽ, ശ്വാസകോശത്തിന്റെ ഇരുഭാഗങ്ങൾക്കും മധ്യത്തിലായിട്ടാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഇത് നെഞ്ചിന്റെ കുറച്ച് ഇടതുഭാഗത്തായി വരുന്നതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ഹൃദയം നെഞ്ചിന്റെ ഇടതുഭാഗത്താണ് എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ഭാരം ആണുങ്ങൾക്ക് ഏറെക്കുറെ 280 മുതൽ 340 ഗ്രാം വരെയും പെണ്ണുങ്ങൾക്ക് 230 മുതൽ 280 ഗ്രാം വരെയുമായിരിക്കും. ഹൃദയത്തിനുള്ളിൽ 4 അറകൾ കാണപ്പെടുന്നു. ഇവയെ നമ്മൾ ഹൃദയ അറകൾ എന്ന് വിളിക്കുന്നു. ഈ അറകളിൽ മുകളിൽ കാണപ്പെടുന്ന 2 അറകളെ ഏട്രിയം എന്നും താഴെയായി കാണപ്പെടുന്ന 2 അറകളെ വെൻട്രിക്കിൾസ് എന്നും വിളിക്കുന്നു. മുകളിലത്തെ അറകളായ ഏട്രിയത്തിനേക്കാൾ താഴത്തെ അറകളായ വെൻട്രിക്കിൾസിന് വലിപ്പം കൂടുതലായിരിക്കും. ഇനി ഈ 4 അറകളെയും വലത് ഇടത് എന്നായി പിരിക്കുകയാണെങ്കിൽ ഇടതുവശത്ത് മുകളിൽ കാണുന്ന അറയെ ലെഫ്റ്റ് ഏട്രിയം എന്നും ഇടതുവശത്ത് താഴെയായി കാണപ്പെടുന്ന അറയെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നും വിളിക്കുന്നു. അതുപോലെ വലതുവശത്ത് മുകളിലുള്ള അറയെ റൈറ്റ് ഏട്രിയം എന്നും വലതുവശത്ത് താഴത്തെ അറയെ റൈറ്റ് വെൻട്രിക്കിൾ എന്നും വിളിക്കുന്നു. ഹൃദയത്തിന്റെ പുറമേയുള്ള ഈ ആവരണം 3 ലെയറുകൾ ചേർന്നതാണ്. ഈ ലെയറുകളാണ് ഹൃദയത്തിന്റെ സംരക്ഷണ കവചം. ഇതിനെ ഹാർട്ട് വാൾ എന്ന് വിളിക്കുന്നു. ഈ 3 ലെയറുകളെ പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയറാണ് പെരികാർഡിയം. ഇത് ഹൃദയത്തിനെ നെഞ്ചിൻ കൂടിനുള്ളിൽ പുതഞ്ഞിരിക്കാൻ സഹായിക്കുന്നു. ഈ പെരികാർഡിയത്തിന് ഫൈബ്രസ് പെരികാർഡിയം, എപ്പികാർഡിയം എന്നിങ്ങനെ 2 അടുക്കുകളുണ്ട്. ഈ 2 അടുക്കുകൾക്കും ഇടയിൽ ഒരു ദ്രാവകമുണ്ടായിരിക്കും. അതിനെ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ഹൃദയം ഓരോ തവണയും മിടിക്കുമ്പോൾ അതിന്റെ ചുറ്റിലുമുള്ള പെരികാർഡിയൽ ലെയറുകൾക്കിടയിൽ ഉരസൽ ഉണ്ടാവുന്നു. ഇതിന്റെ ഘർഷണം കുറയ്ക്കാനുള്ള ഒരു ലൂബ്രിക്കന്റായി ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് പ്രവർത്തിക്കുന്നു.
സദാസമയവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് സുഖകരവും സുരക്ഷിതവുമായ ചലനം ഉറപ്പാക്കുന്നത് ഈ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ആണ്. പെരിക്കാർഡിയം കഴിഞ്ഞാൽ അടുത്ത് കാണപ്പെടുന്ന ഒരു വലിയ ലെയറാണ് മയോകാർഡിയം. ഇത് മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന് മറ്റ് ലെയറുകളെ അപേക്ഷിച്ച് കട്ടി കൂടുതലായിരിക്കും. ഹൃദയത്തിനെ അനായാസം ചുരുങ്ങാനും വികസിക്കാനും സഹായിക്കുന്നത് പേശികൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ ഭാഗമാണ്. അടുത്ത് ഹൃദയത്തിന്റെ ഉള്ളിലായി കാണപ്പെടുന്ന ലെയറാണ് എൻഡോകാർഡിയം. ഇത് ഹൃദയത്തിനുള്ളിലെ ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന മൃദുവായ ഒരു പാളിയാണ്. രക്തം ഹൃദയത്തിലൂടെ ഘർഷണം ഇല്ലാതെ സുഗമമായി ഒഴുകാൻ ഇത് സഹായിക്കുന്നു. ശരീരത്തിൽ 2 വിധത്തിലുള്ള രക്തങ്ങളുണ്ട്. ഓക്സിജൻ ഉള്ള രക്തത്തെ ശുദ്ധരക്തം അഥവാ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നും, കോശങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള വസ്തുക്കളും വഹിച്ചുകൊണ്ടുവരുന്ന രക്തത്തെ അശുദ്ധരക്തം അഥവാ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നും വിളിക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നാം ഉച്ഛ്വാസത്തിലൂടെ പുറന്തള്ളുന്നത്. ശരീരത്തിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ചിത്രങ്ങളിൽ ശുദ്ധരക്തത്തെ വഹിച്ചുകൊണ്ട് ചെല്ലുന്ന ആർട്ടറി അല്ലെങ്കിൽ ധമനികളെ ചുവന്ന നിറത്തിലും അശുദ്ധരക്തത്തെ വഹിച്ചുകൊണ്ടുവരുന്ന വെയിൻ അഥവാ സിരകളെ നീല നിറത്തിലുമാണ് ചിത്രീകരിക്കാറുള്ളത്. ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ മുകൾ ഭാഗങ്ങളിൽ നിന്നുമുള്ള, അതായത് തല, കഴുത്ത്, കൈകൾ, നെഞ്ചു തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുമുള്ള അശുദ്ധരക്തം വെയിൻസ് എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകൾ വഴി ഒരു പ്രധാന വെയിനിൽ എത്തിച്ചേരുകയും ഈ രക്തക്കുഴൽ ഈ അശുദ്ധ രക്തത്തെ ഹൃദയത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അശുദ്ധ രക്തത്തെ ഹൃദയത്തിനകത്ത് എത്തിക്കുന്ന പ്രധാന രക്തക്കുഴലിനെ സുപ്പീരിയർ വീന കാവ എന്ന് വിളിക്കുന്നു. അതുപോലെ ശരീരത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുമുള്ള അശുദ്ധ രക്തത്തെ ഹൃദയത്തിൽ എത്തിക്കുന്ന പ്രധാന രക്തക്കുഴലിനെ ഇൻഫീരിയർ വീന കാവ എന്നും വിളിക്കുന്നു. ഇങ്ങനെ ഹൃദയത്തിലേക്ക് എത്തിക്കപ്പെടുന്ന അശുദ്ധ രക്തം ഹൃദയത്തിന്റെ വലതുഭാഗത്ത് മുകളിലായി കാണപ്പെടുന്ന അറയായ റൈറ്റ് ഏട്രിയത്തിൽ തള്ളപ്പെടുന്നു. ഈ അറയിൽ രക്തം നിറഞ്ഞു കഴിയുമ്പോൾ ഇത് ചുരുങ്ങുന്നു അഥവാ കോൺട്രാക്ഷൻ ഉണ്ടാവുകയും അതിന്റെ ഫലമായി ഈ അശുദ്ധരക്തം റൈറ്റ് ഏട്രിയത്തിന്റെ താഴത്തെ അറയായ റൈറ്റ് വെൻട്രിക്കിളിന് ഇടയിലുള്ള ട്രൈകസ്പീഡ് എന്ന വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് തള്ളപ്പെടുന്നു. രക്തം ഈ അറയിൽ നിറയുന്നതിനനുസരിച്ച് ഈ റൈറ്റ് വെൻട്രിക്കിളിന് കോൺട്രാക്ഷൻ സംഭവിക്കുകയും അതിന്റെ ഫലമായി ഈ രക്തം ഇവിടെയുള്ള സെമി ലൂണാർ വാൽവ് അഥവാ പൾമണറി വാൽവ് വഴി പൾമണറി ആർട്ടറി എന്ന രക്തക്കുഴലിലൂടെ ശ്വാസകോശത്തിലേക്ക് ശുദ്ധീകരിക്കുന്നതിനായി അയക്കപ്പെടുകയും ചെയ്യുന്നു. അശുദ്ധ രക്തത്തെ വഹിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരേ ഒരു ആർട്ടറിയാണ് പൾമണറി ആർട്ടറി. അതുപോലെ ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ കലർന്ന ശുദ്ധരക്തം പൾമണറി വെയിൻ വഴി ഹൃദയത്തിന്റെ ഇടതുവശത്ത് മുകളിലെ അറയായ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തപ്പെടുന്നു. ശുദ്ധരക്തം വഹിച്ചുകൊണ്ടുവരുന്ന ഒരേ ഒരു വെയിൻ ഈ പൾമണറി വെയിനാണ്. ഈ അറ നിറഞ്ഞു കഴിയുമ്പോൾ അതിന് കോൺട്രാക്ഷൻ സംഭവിക്കുകയും ഇവിടെ നിറഞ്ഞിരിക്കുന്ന രക്തം ഈ അറയ്ക്കു താഴെയുള്ള ബൈകസ്പീഡ് വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിറഞ്ഞു കഴിയുമ്പോൾ ഈ അറ സങ്കോചിക്കുകയും ഇവിടെ നിറഞ്ഞിരിക്കുന്ന ശുദ്ധരക്തം ഇവിടെയുള്ള മറ്റൊരു സെമി ലൂണാർ വാൽവ് അഥവാ അയോട്ടിക് വാൽവ് വഴി അയോട്ട എന്ന ധമനിയിലൂടെ ഹൃദയത്തിന് പുറത്തെത്തി മറ്റു ധമനികൾ വഴി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൃദയത്തിന്റെ ഈ 2 ഭാഗങ്ങളുടെയും കോൺട്രാക്ഷൻ ഒരേ സമയമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആദ്യം ഹൃദയത്തിന്റെ താഴത്തെ അറകളായ റൈറ്റ് വെൻട്രിക്കിളിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലും രക്തം നിറയുമ്പോൾ ഈ ഭാഗത്തിന് ഒരുമിച്ച് കോൺട്രാക്ഷൻ സംഭവിക്കുകയും റൈറ്റ് വെൻട്രിക്കിളിലെ അശുദ്ധ രക്തം സെമി ലൂണാർ വാൽവ് വഴി പൾമണറി ആർട്ടറിയിലൂടെ ശ്വാസകോശത്തിലേക്ക് തള്ളപ്പെടുകയും ഇതേ സമയത്തു തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ശുദ്ധരക്തം ഇവിടെയുള്ള മറ്റൊരു സെമി ലൂണാർ വാൽവ് വഴി അയോട്ട എന്ന ധമനിയിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒരേ സമയത്തു തന്നെ സംഭവിക്കുന്നു. ഇങ്ങനെ ഈ 2 വെൻട്രിക്കിൾസും ശൂന്യമാകുമ്പോൾ ഹൃദയത്തിന്റെ മുകൾ ഭാഗത്തെ 2 ഏട്രിയങ്ങളും ഒന്നിൽ ശുദ്ധരക്തവും മറ്റൊന്നിൽ അശുദ്ധരക്തവും കൊണ്ട് നിറയുകയും അതിനെ തുടർന്ന് ഈ 2 ഏട്രിയങ്ങൾക്കും ഒരുമിച്ച് കോൺട്രാക്ഷൻ സംഭവിക്കുകയും ആ രക്തം വാൽവുകൾ വഴി താഴെയുള്ള വെൻട്രിക്കിൾസിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹൃദയത്തിന്റെ ഈ 2 കോൺട്രാക്ഷനും ചേർന്നതാണ് ഒരു ഹൃദയമിടിപ്പായി നമ്മൾ കണക്കാക്കുന്നത്. ഇങ്ങനെ ഏകദേശം 5.7 ലിറ്റർ രക്തം ഹൃദയം നിരന്തരം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാരണത്താൽ നമ്മുടെ ശരീരത്തിലെ രക്തം ഒരു ദിവസം 19,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. ഹൃദയത്തിന്റെ 4 അറകളിലായി കാണപ്പെടുന്ന 4 വാൽവുകൾക്കും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ വളരെ നിർണായകമായ പങ്കാണുള്ളത്. ഈ വാൽവുകളുടെ ഒരു പ്രത്യേകത, രക്തം ഈ വാൽവുകൾ വഴി ഒരു അറയിൽ നിന്നും മറ്റൊരു അറയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉടനെ അടയും എന്നുള്ളതാണ്. ഇതിനാൽ രക്തത്തിന് തിരികെ ഒഴുകാൻ കഴിയുകയില്ല. ഹൃദയത്തിന്റെ 4 പ്രധാന ഭാഗങ്ങൾക്കിടയിലെ രക്തപ്രവാഹം നിയന്ത്രിക്കുന്ന ഗേറ്റുകൾ പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്.
ഹൃദയത്തിന് കൃത്യമായ പമ്പിംഗ് ക്രമം പാലിക്കാൻ സഹായിക്കുന്നതും ഈ വാൽവുകളാണ്. ഹൃദയം മിടിക്കുന്ന ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ ടപ് 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 എന്നിങ്ങനെ 2 ശബ്ദങ്ങൾ ആയിട്ടാണ് കേൾക്കാറ്. ഇതിൽ ആദ്യം കേൾക്കുന്ന ശബ്ദം ഹൃദയത്തിലെ ട്രൈകസ്പീഡ് വാൽവും ബൈകസ്പീഡ് വാൽവും അടയുന്ന ശബ്ദമാണ്. അതുപോലെ പൾമണറി വാൽവും അയോർട്ടിക് വാൽവും അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവുകൾ അടയുമ്പോൾ കേൾക്കുന്നതാണ് രണ്ടാമത്തെ ശബ്ദം. സാധാരണഗതിയിൽ ഒരു മനുഷ്യഹൃദയം ഒരു മിനിറ്റിൽ 60 മുതൽ 100 പ്രാവശ്യം വരെ ഇങ്ങനെ മിടിക്കാം. ഇത് ശരാശരിയായി 72 പ്രാവശ്യം സംഭവിക്കുന്നു. അതായത് ആരോഗ്യവാനായ ഒരു വ്യക്തിയിൽ നോർമൽ അവസ്ഥയിൽ മിനിറ്റിൽ 72 പ്രാവശ്യം എന്ന കണക്കിൽ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കൈക്കുഞ്ഞുങ്ങളിൽ ഇത് 70 മുതൽ 190 പ്രാവശ്യം വരെ ഹൃദയമിടിപ്പുണ്ടാവാം. പൊതുവിൽ നോർമൽ അവസ്ഥയിൽ നമ്മുടെ ഹൃദയമിടിപ്പിന്റെ എണ്ണം മിനിറ്റിൽ 72 ആണെങ്കിലും പലപ്പോഴും ഇത് കൂടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും വിധത്തിലുള്ള കായികാധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുമ്പോഴോ അസുഖങ്ങൾ ഉള്ള സമയത്തോ ഹൃദയമിടിപ്പ് സാധാരണയിൽ നിന്നും അധികമാവാറുണ്ട്. ആളുകൾക്കിടയിൽ പൊതുവിൽ കണ്ടുവരാറുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ശുദ്ധരക്തത്തെയും അശുദ്ധ രക്തത്തെയും വേർതിരിക്കുന്നതാണ് ഹൃദയത്തിന്റെ ജോലി എന്നത്. എന്നാൽ അത് തെറ്റാണ്. ഹൃദയത്തിന്റെ ഒരേ ഒരു ജോലി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്ന വിധത്തിൽ രക്തത്തിനെ പമ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. രക്തത്തെ ശുദ്ധീകരിക്കുന്ന ജോലി ചെയ്യുന്നത് ശ്വാസകോശവും വൃക്കകളും ചേർന്നാണ്. മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി ഹൃദയം രക്തം എത്തിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ അതുപോലെ ഹൃദയം സ്വയം പ്രവർത്തിക്കുന്നതിനും രക്തം ആവശ്യമുണ്ടല്ലോ. അത് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനായി ഹൃദയത്തിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന 2 ധമനികളുണ്ട്. ഇവയെ നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്നാണ് വിളിക്കുന്നത്, അതായത് ഹൃദയധമനികൾ. ഇത് ഹൃദയത്തിന്റെ 2 വശങ്ങളിലായി കാണപ്പെടുന്നു. വലതുവശത്ത് സ്ഥിതി ചെയ്യുന്നതിനെ റൈറ്റ് കൊറോണറി ആർട്ടറി എന്നും ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്നതിനെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എന്നും വിളിക്കുന്നു. ഈ 2 ധമനികളും ചേർന്നാണ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രക്തം എത്തിക്കുന്നത്. ഈ ധമനികളിൽ എന്തെങ്കിലും വിധത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോഴാണ് അത് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി ഈ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ ഏത് അവയവമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കാം. തലച്ചോറിലെ മിഡില ഒബ്ലോങ്കേറ്റ എന്ന ഭാഗത്തെ കാർഡിയാക് സെന്ററാണ് ഹൃദയത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് എങ്കിലും ഹൃദയത്തിനകത്തെ 4 അറകളുടെയും വാൽവുകളുടെയും പ്രവർത്തനത്തെ കൃത്യമായി ഏകോപിപ്പിക്കുന്നത് ഹൃദയത്തിനകത്തെ ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബ്രെയിനിലെ ന്യൂറോണുകളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ്. ഇതിന് തകരാറുകൾ സംഭവിച്ചാൽ അത് ഹൃദയത്തിന്റെ താളക്രമത്തെ ബാധിക്കുകയും ഹൃദയമിടിപ്പ് മന്ദഗതിയിലാവുകയും ചെയ്തേക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കൃത്രിമമായി പേസ് മേക്കർ ഘടിപ്പിക്കേണ്ടി വരുന്നത്. ഇതിലൂടെ ഹൃദയത്തിലെ പേശികൾക്ക് സങ്കോചിക്കാനുള്ള അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കൃത്യമായി ലഭിക്കാനും ഹൃദയത്തിന്റെ പ്രവർത്തനം സാധാരണയായി നടക്കാനും സാധിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഭ്രൂണാവസ്ഥയിൽ ആയിരുന്നപ്പോൾ മുതൽ മരണം വരെ നിർത്താതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയം. അതുകൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. വീഡിയോ വിജ്ഞാനപ്രദമായി തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാനും അപേക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.